2 ദിവസം മുമ്പ് നടന്ന ബെൽജിയം വേഴ്സസ് USA ഈ മാച്ചിന്റെ ക്ലിപ്പ് നിങ്ങൾ കണ്ടുപോക്ക്. അമദു ഒനാനന്റെ നീ ഇഞ്ചേർഡ് ആവുന്ന ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളുടെ കാല് ഇങ്ങനെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ യു ആർ പുട്ടിങ് യുവർ ACL ഇൻ ഡേഞ്ചർ. ഞാൻ ഡോക്ടർ പോൾസൺ വർഗീസ്, സ്പോർട്സ് ഇഞ്ചുറി സർജൻ, ആശ്രം മിംസ് ഹോസ്പിറ്റൽ, കണ്ണൂർ. Usually I fix the torn ligaments for a living, but today I want to help to protect yours. ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു മൂവ്മെന്റ് പറയുന്ന പേരാണ് ഡൈനാമിക് വാൽഗസ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ തൈ ബോൺ ഇന്റേണൽ റൊട്ടേറ്റ് ചെയ്യും, അതേപോലെ അഡക്ട് ചെയ്യും. അതേസമയം ടിബിയ അതായത് ഷിൻ ബോൺ എക്സ്റ്റേണൽ റൊട്ടേറ്റ് ചെയ്യും, അബ്ഡക്ട് ചെയ്യും. ദിസ് വിൽ പുട്ട് യുവർ ACL ഇൻ ഇമൻസ് സ്ട്രെയിൻ. ഇതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ACL ഇഞ്ചറി ഉണ്ടാവാനുള്ള കോമൺ കോസ്. ഇറ്റ്സ് എ നോൺ കോണ്ടാക്ട് ACL ഇഞ്ചറി. അതായത് വേറൊരാളുടെ മുട്ടുമായിട്ട് കൂട്ടിമുട്ടാതെയാണ് ലോകത്ത് 70% ആളുകൾക്കും ACL ഇഞ്ചറി ഉണ്ടാവുക. നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയമുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ACL ഇഞ്ചറി വന്നതും അങ്ങനെ തന്നെയായിരിക്കാം. അപ്പം എന്താണ് ഇതിന് കാരണം? ഇത്തരത്തിലുള്ള ഡൈനാമിക് വാൽഗസ് അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് ACL ഇഞ്ചറി ഉണ്ടാവാനുള്ള കാരണം. സോ ദ മോസ്റ്റ് കോമൺ കോസ് ഈസ് ന്യൂറോ കോഗ്നേറ്റീവ് എറർ. നിങ്ങളുടെ മനസ്സ് വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കാല് അല്ലെങ്കിൽ നിങ്ങളുടെ മസിൽ വിചാരിക്കുന്നതാണ് ന്യൂറോ കോഗ്നേറ്റീവ് എറർ കാരണം ACL ഇഞ്ചറി ഉണ്ടാവാനുള്ള കാരണം. സോ ഹൗ ടു പ്രിവെന്റ് ദിസ്? സ്ട്രെങ്തൻ യുവർ ഗ്ലൂട്ട്സ്, സ്ട്രെങ്തൻ യുവർ കോർ മസിൽസ്, സ്ട്രെങ്തൻ യുവർ ക്വാഡ്രിസെപ്സ് ആൻഡ് ഹാംസ്ട്രിങ്സ്. സോ ഇത്തരത്തിലുള്ള സ്പോർട്സ് ഇഞ്ചറി ടിപ്സിന് വേണ്ടിയിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക. or if you are somebody who already had this kind of injury, you can book a consultation.